വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്ററാണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളും പഴയ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട SCERT ചോദ്യങ്ങളും പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ചാപ്റ്ററിൻ്റെ പേര് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നാണ് കേട്ടോ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് മഹാത്മാഗാന്ധിയുടെ കുറച്ചൊരു ഉദ്ധരണി നൽകിയിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായിട്ട് ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാവുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചിത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നതിലേക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. അപ്പോൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, യങ് ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയാണ്? ആ പത്രം ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടേതാണ്. ഗാന്ധിയുടെ പത്രമാണ് യങ് ഇന്ത്യ എന്ന് പറയുന്നത്. 1931 ഇത് പുറത്തിറങ്ങിയത് കേട്ടോ. സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെ ചിന്തിച്ചു തുടങ്ങിയത്? അല്ല അല്ലേ, സ്വാതന്ത്ര്യത്തിന് മുമ്പും നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാരണങ്ങളും എങ്ങനെയാണ് ഭരണഘടന നിലവിൽ വന്നതെന്നൊക്കെയാണ് അവിടെ പറയാൻ പോകുന്നത്. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മജി ആഗ്രഹിച്ചത്? അതായത് ആ മുകളിലത്തെ ഉദ്ധരണിയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ചോദിക്കേണ്ടത്. പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി എന്നിവയെക്കുറിച്ചിട്ടൊക്കെ എന്ത് പറയുന്നുണ്ട്? മഹാത്മാഗാന്ധി തൻ്റെ ആശയങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്? 1857 ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അല്ലേ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങിയ നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ഈ ജനങ്ങൾക്കിടയിലെ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ഇതിലെ ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഓരോ ലൈൻ എടുത്ത് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം സഹായിച്ചിട്ടുണ്ട്. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്? സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലെ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിനും ഈ സമരം സഹായകമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഈ 3 വരികൾ നൽകിയിട്ടുണ്ടായിരുന്നു. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. അതൊക്കെയാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവയ്ക്ക് ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ പ്രാദേശിക സംഘടനകളാണ് അല്ലേ. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്നും വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു പ്രാദേശിക സ്വഭാവ സംഘടനയുള്ള സംഘടനകളാണ് ഈ പൂനെ സാർവജനിക് സഭയായാലും ഇന്ത്യൻ അസോസിയേഷൻ ആയാലും മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിലും. എന്നാൽ 1885 നമുക്കറിയാം INC രൂപീകൃതമായത് 1885. ഈ 1885 INSലൂടെയാണ് ആദ്യമായിട്ട് ദേശീയ തലത്തിലൊരു സംഘടന ഉയർന്നു വന്നത്. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിതമാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് പറയുന്നത്? INCയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നാണ് പറയുന്നത്.
ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വിദേശ ഭരണം അവസാനിപ്പിക്കുന്ന പറയുന്ന പ്രധാന ലക്ഷ്യമാണെന്നല്ലേ. എന്നാൽ അത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരും ഉറപ്പാക്കുക എന്നതും ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. നമുക്കറിയാലേ മിത തീവ്രവാദി ദേശീയ പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളൊക്കെ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഈ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാക്കേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഏതൊക്കെയാണ് സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കന്മാർ വിചാരിക്കുകയാണ്. ഈ കാഴ്ചപ്പാടുകളിലെയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ നമുക്ക് ഒരു പിക്ചർ നൽകിയിട്ടുണ്ടല്ലേ. മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം. അപ്പോൾ എങ്ങനത്തെയാണ് സ്വാതന്ത്ര്യ സമരം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം. എന്തൊക്കെയാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഇനി ഭരണഘടനയുടെ മുൻഗാമി എന്ന് പറയുന്നത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായിരുന്നു ഭരണഘടനയുടെ ആശയങ്ങൾ എന്ന് പറയുന്നത്? അതാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം തുടർന്നിരുന്നത്. അപ്പോൾ ഭരണഘടനയുടെ മുൻഗാമി എന്ന് പറയുന്നത് ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ബ്രിട്ടീഷുകാരാണ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ഈ ആശയങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഈ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഭരണഘടനയുടെ മുൻഗാമി എന്ന് പറയുന്നത് 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26 താഴെ ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് നോക്കിയൊക്കെ. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, 321 വിഭാഗങ്ങളും 10 പട്ടികകളും. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, 321 വിഭാഗങ്ങളും 10 പട്ടികകളും. അതുപോലെ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയുണ്ടായിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേകതരം മണ്ഡലങ്ങളുണ്ടായിരുന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള ഘട്ടങ്ങളാണ് പറയുന്നത്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമ സംഹിത എന്ന് പറയുന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പോൾ നമുക്കറിയാം 1946 അധികാര കൈമാറ്റം നടക്കുന്നത് അല്ലേ. അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായിട്ട് ആരാണ് വന്നത് ഇന്ത്യയിലേക്ക്? ക്യാബിനറ്റ് മിഷനാണ്.
ക്യാബിനറ്റ് മിഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ അവരുടെ പ്രധാന നിർദ്ദേശങ്ങളൊന്നായിരുന്നു ഒരു ഭരണഘടന ഇന്ത്യക്കായിട്ട് വേണം എന്നുള്ളത്. ഇനി ഭരണഘടന നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് പഠിച്ചു വെക്കുന്നുണ്ടോ. നിർമ്മാണ കാലയളവ് എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ എന്ന് പറയുന്നത് കാലയളവ് എന്ന് പറയുന്നത്. 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യത്തെ സമ്മേളനം എന്നായിരുന്നു? 1946 ഡിസംബർ 9-നാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. 1946 ഡിസംബർ 9-നാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. അന്നത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ. ഭരണഘടന അംഗീകരിച്ചതും ഒപ്പുവെച്ചതെന്നാണ്? 1949 നവംബർ 26-നാണ്. ഈ നവംബർ 26-നാണ് എന്ത് പ്രത്യേകത? ദേശീയ ഭരണഘടനാ ദിനം അല്ലെങ്കിൽ ദേശീയ നിയമദിനം എന്ന് പറയുന്നത് ഈ ഒപ്പുവെച്ച ദിവസമാണ്. നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണല്ലേ ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് മാറി. എന്നാണ് ദേശീയ എംബ്ലമൊക്കെ സ്വീകരിക്കുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ഡോക്ടർ B.R. അംബേദ്കറിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനിലെ പ്രധാന അംഗമായിരുന്നു ആരെ? ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു അന്നത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ബാക്കി 8 ആൾക്കാരുണ്ടായിരുന്നു അല്ലേ ഇതിലെയും. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9-ന്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ചത് ഒപ്പുവെച്ചത് 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. നെക്സ്റ്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ B.R. അംബേദ്കർ. ഇനി കൂറുമാറ്റ ഭരണഘടനയ്ക്കായിട്ട് കുറ്റമറ്റ ഭരണഘടനയ്ക്കായിട്ട് കേട്ടോ ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കുവാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ്? ഡോക്ടർ B.R. അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത്. 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ B.R. അംബേദ്കർ ആണ് ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത്. അദ്ദേഹം പല രാജ്യങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങളൊക്കെ ഈ ഭരണഘടനയിലേക്ക് ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വേറെയും സവിശേഷതകളുണ്ടെന്നാണ് പറയുന്നത്. നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? ചോദിക്കാറുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇന്ത്യയുടേത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. 1950 ജനുവരി 26-നാണ് നിലവിൽ വന്നതിൽ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായെന്നാണ് പറയുന്നത് 395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ ചോദിക്കാറുണ്ട്. നോക്കാം. പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ്. ജനാധിപത്യ ഭരണമാണ്. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ഇനി ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതാണ് ജനങ്ങളുടെ പരമാധികാരത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്ന് വെച്ചാൽ എന്താണ്? രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ജനങ്ങളുടെ പരമാധികാരം എന്ന് വെച്ചാലോ രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. ഇനി മൗലികാവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് മൗലിക കടമകൾ? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെയാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെയാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. നിയമവാഴ്ച. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യുവാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രത്യേകതയാണ്. പിന്നെ
അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം. ഫെഡറലിസം എന്ന് വെച്ചാൽ എന്താണ്? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. എന്താണ് ഏകപൗരത്വം? രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വം ഇല്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഭരണഘടനയുടെ സവിശേഷതകൾ: പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ്, ജനങ്ങളുടെ പരമാധികാരം, അതുപോലെ മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, പിന്നെന്താണ്? നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ഫെഡറലിസം, ഏക പൗരത്വം എന്നിവയൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് നിയമങ്ങളാണ് കേട്ടോ. നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിയമങ്ങളുടെ ഉറവിടം: നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കുവാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കുവാനും നടപ്പിലാക്കുവാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഈ ഭരണഘടനയ്ക്കുള്ളത്. അപ്പോൾ എന്തൊക്കെ നിയമങ്ങളാണ് നമുക്കുള്ളത്? ഏതൊക്കെയാണ്? വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, പക്ഷി സുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ നിയമങ്ങളാണ് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന? ഏതൊക്കെയാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം, അതുപോലെ തന്നെ എന്തൊക്കെയാണ്? ബാലവേല നിരോധന നിയമം, ബാലനീതി നിയമമൊക്കെ കുട്ടികളുടെ അവകാശവുമായിട്ട് വരുന്ന നിയമങ്ങളാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പോക്സോ ആക്ട്. പോക്സോ ആക്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് ഈ പോക്സോ ആക്ട്. 2012 നിലവിൽ വന്നത്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് ഈ പോക്സോ ആക്ട് 2012 എന്ന് പറയുന്നത്. അപ്പോൾ പോക്സോ ആക്ട് 2012 എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് ഈ പോക്സോ ആക്ട് 2012. ഇത് എപ്പോഴും ചോദിക്കാറുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്: 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ട് നിയമം പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയായിട്ട് പരിഗണിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ള ആളെയാണ്? 18 വയസ്സിന് താഴെയുള്ള ആളാണ്. ഇനി ഭയരഹിതമായും സുരക്ഷിതമായ സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവർത്തനങ്ങളോട് അരുത് എന്ന് പറയുവാനും അകറ്റി നിർത്തുവാനും അധികാരികളോട് പരാതിപ്പെടുവാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവൈനൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന നിയമത്തിൽ വിവരിക്കുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് ഈ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അറിയപ്പെടുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷാ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നിയമത്തിൻ്റെ വ്യവസ്ഥ സ്രോതസ് എന്നതിന് പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങളാണ് ഭരണഘടനയ്ക്കുള്ളത് നോക്കാം. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരായ സംരക്ഷണ കവചമായിട്ട് വർത്തിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ധർമ്മങ്ങൾ? പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായിട്ട് വർത്തിക്കുന്നു.
ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വരുന്നത് ഭേദഗതി. ഭേദഗതി നമുക്കറിയാം അല്ലേ, നിയമങ്ങൾ ഏഡ് ചെയ്യുവാനായിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉള്ളത് അല്ലേ. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതിയിൽ എന്തൊക്കെയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് നമുക്കറിയാം അല്ലേ. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഭേദഗതി നടക്കുന്നത് 1951 പട്ടികകളുടെ എണ്ണം 9 കുറച്ചതാണ് കേട്ടോ. അപ്പോൾ ഭേദഗതി ഒന്ന് പറയുന്നത് ഏതാണ്? 1951 പട്ടികകളുടെ എണ്ണം 9 കുറച്ചത് ഒന്നാമത്തെ ഭേദഗതിയാണ്. നെക്സ്റ്റ് 1976 42 ഭേദഗതിയിലൂടെയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തത്. പഠിച്ചിരിക്കുക കേട്ടോ. 1976 42 ഭേദഗതിയിലൂടെയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തത്. 1978 44 ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം, മൗലികാവകാശം ഇല്ലാതായത്. സ്വത്തവകാശം, മൗലികാവകാശം ഇല്ലാതായത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. 1978 44 ഭേദഗതിയാണ്. 1992 73 74 ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നത്. 1992 73 74 ഭേദഗതി പ്രകാരമാണ്. ഓക്കെ, 2002 86 ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത്. 2002 86 ഭേദഗതി പ്രകാരമാണ്. അതുപോലെ 101 ഭേദഗതി എന്താണ് പറയുന്നത്? 2016 101 ഭേദഗതി. 2016 101 ഭേദഗതി ചരക്കു സേവന നികുതി GST കുറിച്ചിട്ട് പറയുന്നു. ഇനി ലാസ്റ്റത്തെ ഭേദഗതി ഇതാണ്. ലാസ്റ്റത്തെ ഭേദഗതി 106 ഭേദഗതിയാണ് അല്ലേ. നാരീശക്തി വന്ദന അധിനിയമം, അതായത് സ്ത്രീകൾക്കുള്ള റിസർവേഷനെ കുറിച്ച് പറയുന്നതാണ് അല്ലേ 106 ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഭേദഗതികളാണ് പറഞ്ഞത്? 1951 1 ഭേദഗതി പട്ടികകളുടെ എണ്ണം 9 കുറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് 1976 42 ഭേദഗതി മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. 1978 44 ഭേദഗതി പ്രകാരം മൗലികാവകാശം സ്വത്തവകാശത്തിൽ നിന്നും ഇല്ലാതായി അല്ലേ. എന്നിട്ട് ഇതിലേക്കാണ് പാർട്ട് 12 300A നിയമാവകാശമാക്കി മാറ്റാനല്ലേ ചെയ്താൽ. ഇനി 1992 73 74 ഭേദഗതി. അതിൽ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമമാണ് പറയുന്നത്. 2002 86 ഭേദഗതിയിൽ എന്താണ്? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതിയാണ് 2002 86 ഭേദഗതി. 2016 101 ഭേദഗതിയാണ് GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലേ, ചരക്ക് സേവന നികുതിയെക്കുറിച്ച്. ലാസ്റ്റത്തെ ഭേദഗതി 106 ഭേദഗതിയാണ് നാരീശക്തി വന്ദൻ അധിനിയമമാണ്. സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ലോകസഭകളിലാണെന്നുണ്ടെങ്കിലും നിയോജക മണ്ഡല സഭകളിലാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്തു? സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ്. അപ്പോൾ 1976 ഏതെല്ലാം ആശയങ്ങളാണ് ഭരണഘടനയിൽ പുതുതായിട്ട് കൂട്ടിച്ചേർത്തത്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവയാണ് അല്ലേ കൂട്ടിച്ചേർത്തത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 ജനുവരി 26 ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്താണ്? ഏത് വർഷമാണ്? 1951 ഒന്നാമത്തെ ഭേദഗതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. 1951 1 ഭേദഗതിയിൽ പട്ടികകളുടെ എണ്ണം എത്രയും മാറി? 9 മാറി. രാജ്യത്തെ സ്വത്തവകാശം എത്ര കാലം മൗലിക അവകാശമായിട്ട് നിലനിന്നിട്ടുണ്ട്? 1978 വരെ അല്ലേ. 1978 മുതൽ 44 ഭേദഗതി പ്രകാരമാണ് അത് മാറ്റിയത് അല്ലേ. വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമാണോ എന്ന് മുതലാണ്? 2002 86 ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയിട്ടുണ്ട്. ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? 106 ഭേദഗതികളാണ് അല്ലേ. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഈ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഏത് വകുപ്പാണ്? 368 വകുപ്പിലാണ് പറയുന്നത്. 368 വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യുവാൻ പാടുള്ളതല്ല. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യുവാനായിട്ട് പാടില്ല. 368 ഭേദഗതി പ്രകാരം 368 വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ഇനി കുറച്ച് കേസുകളൊക്കെ പറയുന്നിട്ടാണ് നമുക്ക് നോക്കാം. 1973 കാസർഗോഡ് ഇടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്തുവാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വാദിച്ചത്. അപ്പോൾ സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള ഭേദഗതി ഇതാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്തുവാൻ പാടില്ല എന്ന് കേശവാനന്ദ ഭാരതിയുടെ കേസിലായിരുന്നു അല്ലേ.
ഇനി വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86 ഭേദഗതി പ്രകാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പിലാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2009 ഓഗസ്റ്റ് 4 21A വിദ്യാഭ്യാസ മൗലിക അവകാശം മാറ്റിയ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭേദഗതി ചോദിക്കുകയാണെങ്കിൽ 2002 86 ഭേദഗതി പ്രകാരമാണ്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. ഇനി എന്താണ് ചെറു ഭരണഘടന ചോദിക്കാറുണ്ട് അല്ലേ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാലാണ് ചെറു ഭരണഘടന അല്ലേ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 1976 42 ഭേദഗതിയെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറു ഭരണഘടന വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി പറ്റിയ കുറച്ച് ഇത് പറയുന്നത് കേട്ടോ, ഭേദഗതിയിൽ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം സ്ത്രീധന നിരോധന നിയമമൊക്കെ നിലവിൽ വന്നപ്പോൾ അത് നമുക്ക് കുറേ നിയമങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും നടപ്പിലാക്കപ്പെടുന്നില്ല അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് എന്തൊക്കെയാവും അതിൻ്റെ കാരണങ്ങൾ. ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ച് അറിവില്ലായ്മ. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേതെങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കുവാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികവുമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജാധിപത്യപരവുമായാണ് സമീപിക്കേണ്ടത്. വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറിയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറ്റുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.